എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. അല്ല, ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ഹായ് കൂട്ടുകാർ, BJPയുടെ അല്ലെങ്കിൽ RSSന്റെ ഒരു നേതാവ് TG മോഹൻദാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ജന്തർ മന്ത്രത്തിൽ കൂടിയ ഈ വിദ്യാർത്ഥികളെ മുഴുവൻ ഈ ആഭ്യന്തര വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ, ഈ ആഭ്യന്തര വകുപ്പ് ഞാനാ കൈകാര്യം ചെയ്യുന്നെങ്കിൽ, ആ മന്ത്രി ഞാനായിരുന്നെങ്കിൽ ഈ ജന്തർ മന്ത്രത്തിൽ കൂടിയ ഈ വിദ്യാർത്ഥികളെ മുഴുവൻ അങ്ങ് വെടിവെച്ച് കൊന്നേനെയാണ്. ആളുകൾ ചെതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. വെടിവെച്ച് കൊന്നേനെ, അതായത് എല്ലാവരെയും അങ്ങ് വെടിവെച്ച് കൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ശവങ്ങൾ ഇങ്ങനെ കൂട്ടിയിടുമായിരുന്നു. എന്താണ് ഒരു സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരു പന്നി പറയണം എല്ലാവരെയും അങ്ങ് വെടിവെച്ച് കൊന്നേനെ. പുള്ളിക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ കിട്ടിയാൽ ഇങ്ങനെയാണെന്ന് പറയുന്നത്. മനുഷ്യത്വം തീരെയില്ലാത്ത, കണ്ണീ ചോരയില്ലാത്ത ഒരു വൃദ്ധൻ, ഒന്നിനും പറ്റാത്ത ചില നാറികളാണ് വന്ന് ഇത്തരത്തിലുള്ള വിളമ്പുന്നത്. RSSന്റെ ആയിരിക്കാം, BJPയുടെ ആയിരിക്കാം. മനുഷ്യത്വം തീണ്ടു തൊട്ടിട്ടില്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരാൾ വെടിവെച്ച് കൊല്ലണമെന്നും കഴുത്തറക്കണമെന്നും പറഞ്ഞു. ആ പറഞ്ഞവനെ അന്വേഷിച്ചു പിടിച്ചപ്പോൾ അദ്ദേഹം ഒരു മാനസിക രോഗിയുമായി മാറി. അപ്പം അങ്ങനെയുള്ള പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലണമെന്നോ കഴുത്തറക്കണമെന്നോ ഒരു വ്യക്തി പറയുകയാണെങ്കിൽ അത് നാടിന്റെ അപമാനമാണ്. അത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാജ്യദ്രോഹ കുറ്റമാണ്, അല്ലേ? അതൊരു രാജ്യദ്രോഹ കുറ്റമാണ്. അത് പ്രധാനമന്ത്രിയായാലും മന്ത്രിയായാലും ആരെയായാലും ഭീഷണിപ്പെടുത്തുകയോ കൊലപാതകം ചെയ്യുകയോ എന്ന് പറയുന്നത് ഒരു രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. അങ്ങനെ ഒരു രാജ്യദ്രോഹ കുറ്റം പ്രധാനമന്ത്രിയായാലും മന്ത്രിമാർക്കെതിരെ ഇങ്ങനെ പറയുന്നവനുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ മുഴുവൻ കൊല്ലണമെന്ന് പറയുമ്പോൾ അത് രാജ്യദ്രോഹ കുറ്റമാവുന്നില്ല? അതെന്തുകൊണ്ട് രാജ്യദ്രോഹ കുറ്റമാകുന്നില്ല? ഇതും രാജ്യദ്രോഹ കുറ്റം തന്നെ. വോട്ട് ചെയ്ത് ജയിപ്പിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആക്കിയ ജനങ്ങളെ മുഴുവൻ അങ്ങോട്ട് ഇല്ലാതാക്കി കുന്നുകൂടിക്കണം പറയുന്നത് രാജ്യദ്രോഹ കുറ്റമല്ലേ? ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന അതാരായാലും ശരി, ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, അത് BJPയോ RSSോ കോൺഗ്രസോ ഏത് പാർട്ടിയിൽപ്പെട്ടാലും ഇത്തരത്തിലുള്ള പ്രസ്താവനകളും തെറ്റായ പരാമർശങ്ങളും അവതരിപ്പിക്കുകയും ഇറക്കുകയും ചെയ്യുന്ന ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നിയമത്തിന്റെ വരി കൊണ്ടുവരണ്ടേ? നിയമത്തിന്റെ എതിരെ പ്രവർത്തിക്കുകയും നിയമം ലംഘിക്കുകയും ചെയ്യുന്ന ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യണ്ടേ? അപ്പൊ ജനങ്ങളെ എന്തും ചെയ്യാന്നാണ്. ഒരു മന്ത്രിയെ ഒന്നും പറയാൻ പാടില്ല. വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരുത്തിയവരെ അവർക്കെല്ലാം C കാറ്റഗറി പ്രൊട്ടക്ഷൻ എല്ലാം കൊടുക്കണം. ജനത്തിന് ഒരു പ്രൊട്ടക്ഷനും ഇല്ല. ഈ മുഴുവൻ ജനങ്ങളും വിചാരിച്ചാൽ ആരെയും താഴെ ഇറക്കാൻ പറ്റും. ആ ജനത്തിനെയാണ് ഇങ്ങനെ പറയുന്നത്. ജന്തർ മന്ത്രിൽ കൂടിയവർ മുഴുവൻ, അത് എല്ലാവരും പല പാർട്ടിപ്പെടുന്നവരായാലും പല മനുഷ്യന്മാരും, ഇതൊക്കെ ജനങ്ങളാണ്. ഈ ജനമാണ് നിങ്ങളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ആ ജനത്തിനെ മുഴുവൻ കൊന്നു തള്ളണം, കൊന്നു കൂട്ടി ആശുപത്രി കൊണ്ടിടണം എന്ന് പറയുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള നരഭോജികൾക്കെതിരെ കേസെടുക്കണം. നിയമപരമായി തന്നെ കേസെടുക്കണം. ഇത് ഇങ്ങനെയുള്ള പ്രധാന TV വന്നിങ്ങനെ തുറന്നു പറയാനല്ല വേണ്ടത്. മോഹൻദാസ് എന്ത് വിവരം കെട്ട മനുഷ്യനാണ്. ഇതുപോലെയുള്ള മനുഷ്യന്മാരെയൊക്കെ നിങ്ങൾ കൊണ്ടു നടക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും അതുമാതിരി തന്നെ BJPയുടെ പ്രശ്നം താങ്ങി നടക്കുകയും ചെയ്യുന്ന BJPക്ക് വേണ്ടി എന്തും പറയാം, ജനത്തിനെ കൊന്നു തള്ളാം, അതിലൊന്നും ഒരു മടിയുമില്ല, അതൊന്നും രാജ്യദ്രോഹ കുറ്റമല്ല എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള നാറുകളെ കൊണ്ടു നടക്കുന്നതിന് ഏറ്റവും വലിയ ക്രിമിനൽ സ്വഭാവമുള്ളവർ. ഇപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക് ശരിക്കും ഈ നാട്ടിലെ വർഗീയവാദികൾ, തീവ്രവാദികൾ ആരാണെന്ന്? ഇതുപോലെ പ്രസ്താവന നടക്കുന്നവരാണ് ശരിക്കും വർഗീയവാദികൾ. അതായത് നാടിന് വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് വേണ്ടി, വരുന്ന തലമുറകൾക്ക് വേണ്ടി സമരം ചെയ്ത് അവർ വിജയം നേടിക്കഴിഞ്ഞപ്പോൾ ആ ചെയ്തത് തെറ്റാണ് എന്നാണ് ഇദ്ദേഹത്തെ പോലുള്ള നാറുകൾ പറയുന്നത്. ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ശിക്ഷ മേടിച്ചു കൊടുക്കണ്ടേ? അതായത് ഈ ഒരൊറ്റ മനുഷ്യരുണ്ടാകാൻ പാടില്ല എല്ലാവരും വെടിവെച്ച് കൊല്ലുന്നത്. ഇത്തരത്തിലുള്ള നാറുകളെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത്.